അപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടോ തന്നെ നമുക്കൊരു ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ ഒരു ബീറ്റ് സോങ്ങിൻ്റെ ബീറ്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു രീതിയാണിത്. നിങ്ങൾ ജസ്റ്റ് ഒരു ഓഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ബീറ്റ് മാർക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ജസ്റ്റ് ഈ ഓഡിയോയുടെ ഇവിടെ എന്നിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കീ ഫ്രെയിം അസിസ്റ്റൻറ്റിലൊന്ന് വരിക. കൺവേർട്ട് ഓഡിയോ ടു കീ ഫ്രെയിംസ് കൊടുക്കുക. അപ്പോൾ ഓഡിയോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിലൊന്ന് വരിക. അതിൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എഫക്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ലെഫ്റ്റ് ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്തിനാണ് ഡിലീറ്റ് ചെയ്യണമെന്നൊന്നും അറിയില്ല, ചുമ്മാ ചെയ്ത് പോവാം. ഈ റൈറ്റ് ചാനലിലൊന്ന് വന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഈ സ്ലൈഡറിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഈ ഗ്രാഫിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഡ് ചെയ്യാൻ എത്ര ഉള്ളൂ, എളുപ്പം സിമ്പിളാണ്. നമ്മുടെ ഈ പൊങ്ങി നിൽക്കുന്ന വേവ്സ് ഉണ്ടല്ലേ, താഴത്തേക്ക് നിൽക്കുന്നല്ല, ഇതിലേക്ക് മുകളിലേക്ക് വലിയ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഗ്രാഫ്സ്, അതാണ് നമ്മുടെ ബീറ്റായിട്ട് വരുന്നത്. ഇതൊരു ബീറ്റ് അങ്ങനെ ബീറ്റായിട്ട് വരുന്നത്. ഇനി ബീറ്റ് എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാൻ നോക്കാം. ഈ കാണുന്ന ടൈം റൂളർ ഇങ്ങനെ കൊണ്ടുവരിക. ജസ്റ്റ് ബീറ്റിൻ്റെ അവിടെ കൊണ്ടുവരിക. ഇതാണ് ഒരു ബീറ്റ്. ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ കീ ഫ്രെയിംസ് വരുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കീ ആഡായി. ഓക്കെ, ഇനി അടുത്ത കീ ആഡ് ചെയ്യണമെങ്കിൽ അടുത്ത ബീറ്റിലേക്ക് വരിക. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക, കീ ആഡായി. അങ്ങനെ നമ്മൾ ഓരോ വേവ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന വേവ്സിൽ വന്നിട്ട് ആഡ് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ ബീറ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ കീ ഫ്രെയിംസ് എങ്ങനെ നമുക്ക് ഡിലീറ്റ് കളയാൻ നോക്കാം. ഈ കീ ഫ്രെയിംസിൽ നിന്ന് വരിക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ഓൾ മാർക്കേഴ്സ് കൊടുക്കാം. അപ്പോൾ എല്ലാ കീ ഫ്രെയിംസും ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ ഡിലീറ്റ് ദിസ് മാർക്കർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കീ ഫ്രെയിം മാത്രമേ ഡിലീറ്റ് ആവും. കണ്ടോ? ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ച്.